ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകൃതിക്ക് അത്ഭുതകരമായ ഒരു മാന്ത്രിക ശക്തിയുണ്ട്. എന്താണെന്നല്ലേ? ഈ ലോകത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാനുള്ള കഴിവ്. അതിൽ ആകാശമുട്ട വളർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ മുതൽ ഒരു കുഞ്ഞു പുൽച്ചെടി വരെ ഉൾപ്പെടും. അങ്ങനെയുള്ള പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ പെട്ട പൂമരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് വെളുത്ത കളറിലുള്ള പൂമരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ പൂമരങ്ങൾ കാണാൻ നല്ല രസമാണ്. പാർക്കിൽ, പാതയോരങ്ങളിലൊക്കെ നമ്മൾ ഈ പൂമരം കാണാറുണ്ട്. ചില പൂമരങ്ങൾ അധികം വലുതാകില്ല, ചെറിയൊരു മരമായിട്ട് വളരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വയ്ക്കാൻ കഴിയുന്നതാണ്. നിറയെ കളർഫുള്ളായിട്ടുള്ള പൂക്കളും വ്യത്യസ്ത ആകൃതിയിലും വ്യത്യസ്ത വലിപ്പത്തിലും വരുന്ന ഈ പൂമരങ്ങൾ വളരെയധികം മനോഹരമാണ്. ഇതിൽ തന്നെ ഇലപൊഴിയും മരങ്ങളും നിത്യഹരിതവും ഉണ്ട്. നിത്യഹരിതത്തിൽ പെട്ടത് അതിൻ്റെ പച്ചപ്പ് എപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇത് മനോഹാരിത കൂട്ടാൻ മാത്രമല്ല, തണൽ നൽകാനും പക്ഷിമൃഗാദികളെയൊക്കെ ആകർഷിക്കാനും വായു ശുദ്ധീകരിക്കാനും ഒക്കെ മികച്ചതാണ് ഈ പൂമരങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെളുത്ത കളറിൽ തിളങ്ങി നിൽക്കുന്ന പൂക്കളുണ്ടാകുന്ന കുറച്ച് പൂമരത്തെ പറ്റിയാണ്. അതിലൊന്നാണ് കമേലിയ. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. ശരത്കാലത്തിൻ്റെ അവസാനം മുതൽ വസന്തത്തിൻ്റെ പകുതി വരെ പൂക്കാൻ കഴിയുന്ന ഇരട്ട ഇതളുകളുള്ള പൂക്കളുള്ള ഒരു പൂച്ചെടി അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയാണ് കാമേലിയ. ഇത് ഒരു അലങ്കാര സസ്യമാണ്. വെള്ള, പിങ്ക്, ചുവപ്പ് എന്നിങ്ങനെയുള്ള പല കളറിലും വരുന്നു. ഇന്ത്യൻ കാലാവസ്ഥയിലും വളർത്താൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. അടുത്തത് ജപ്പാനീസ് നോബൽ. ജാപ്പാനീസ് നോബൽ ഇല പൊഴിയുന്ന ഒരു ചെറിയ മരമാണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള വെളുത്ത പൂക്കൾ കൂട്ടത്തോടെ ശാഖകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാതിരിയായിരിക്കും. ഈ പൂക്കൾക്ക് ഒരു മണിയുടെ ഷേപ്പാണ്. നെക്സ്റ്റ് വൺ കൗസ ഡോഗ്വുഡ്. ഇതൊരു ചെറിയ വൃക്ഷമാണ്. 4 ഇതളുകളുള്ള ഒരു വെളുത്ത പൂവാണ് ഇതിന്. ഇതിൻ്റെ പഴങ്ങൾക്ക് ഒരു ചുവന്ന കളറാണ്. ഏഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം. ഇതൊരു ഇലപൊഴിയും വൃക്ഷമാണ്. 4 ക്രേബ് ആപ്പിൾ അഥവാ ഞണ്ടാപ്പിൾ. പിങ്ക് അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള പൂക്കളാണ് ഈ മരത്തിൽ കണ്ടുവരുന്നത്. ചുവന്ന കായാണ് ഇതിന്. ഇത് പക്ഷികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷം കൂടിയാണ്. നെക്സ്റ്റ് വൺ സർവീസ് ബെറി. അധികം അറിയപ്പെടാത്ത ഒരു അലങ്കാര വൃക്ഷമാണ് ഇത്. വസന്തകാലത്ത് നല്ല വെളുത്ത കളറിലുള്ള പുഷ്പം ഉണ്ടാകുന്നു. നെക്സ്റ്റ് ഫ്രിഞ്ച് ട്രീ. മനോഹരമായ ഒരു വൃക്ഷമാണിത്. ഇതിൻ്റെ പൂക്കൾ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. പൂക്കൾക്ക് മധുരമുള്ളൊരു സുഗന്ധമാണ്. 7ാമത്തേത് നക്ഷത്രം മഗ്നോളിയ അഥവാ സ്റ്റാർ മഗ്നോളിയ എന്നും പറയും. ഇതൊരു ഇലപൊഴിയും വൃക്ഷമാണ്. ഇതിൻ്റെ പൂക്കൾ നക്ഷത്രാകൃതിയിലുള്ള വലിയ പൂക്കളാണ്. 90 മുതൽ 100 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു വലിയ വൃക്ഷമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളർത്താൻ നല്ല സ്ഥല സൗകര്യം ഉണ്ടാകണം. നെക്സ്റ്റ് വൺ ചെറി ബ്ലോസം അല്ലെങ്കിൽ ചെറി പുഷ്പം. ഇത് പിങ്ക് കളറിലും വെളുത്ത കളറിലുമുള്ള പൂക്കളുള്ള മരങ്ങളാണ്. നെക്സ്റ്റ് ലൈലാക്ക്. മനോഹരമായ പൂക്കളുള്ള കുറ്റിച്ചെടിയായിട്ടോ ചെറിയ മരമായിട്ടോ വളർത്താൻ പറ്റിയ ഒരു പൂമരമാണിത്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. സാധാരണയായി വസന്തത്തിൻ്റെ അവസാനത്തിലാണ് പൂവിടുന്നത്. ഇത് പല കളറിലും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്രേപ്പ് മിർട്ടിൽ. ഈ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ നിറത്തിലും ഇതിൻ്റെ പൂക്കൾ വരുന്നു, വെള്ള കളർ ഉൾപ്പെടെ. അടുത്തത് റെഡ് ബഡ്സ്. വസന്തത്തിൻ്റെ തുടക്കത്തിൽ നിറയെ പൂക്കളായിരിക്കും ഇതിന്. അതും ചുവപ്പ്, പിങ്ക്, വെള്ള എന്നീ കളറുകളിലും ഉണ്ട്. ഇതൊരു ചെറിയ മരമാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഹൃദയാകൃതിയിലുള്ള ഷേപ്പാണ്. ലാസ്റ്റ് വൺ കരോലിന സിൽവർ ബെൽ അഥവാ വെള്ളിമരം. ഇതൊരു കുറ്റിച്ചെടിയായിട്ടും മരമായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു ഇലപൊഴിയും മരമാണ്.
ഇത് വസന്തകാലത്ത് മണിയുടെ ആകൃതിയിലുള്ളതും വെളുത്തതുമായ പൂക്കളാണ് ഇതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.